പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ഒരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ തലേദിവസം മിനിഞ്ഞാന്ന് ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു. ഇതാ ദുരന്തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് ഒരു 1700 ആളുകൾ കേട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കമൻറ്റുകളൊക്കെ നല്ല കമൻറ്റുകൾ വിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുരന്തങ്ങളെക്കുറിച്ച് പറഞ്ഞ് തീർന്നില്ല. ഇതാ ലോകത്തിൽ മ്യാൻമാർ എന്ന സ്ഥലത്ത് അതിശക്തമായ 7.7 വരുന്ന ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വാർത്ത നമ്മൾ കാണുമ്പോൾ എന്താണ്, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടാവും. കൈകാലികൾ അറ്റുപോയവർ, കൂറ്റൻ കെട്ടിടങ്ങൾ ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നിപതിക്കുന്നത്, എന്നേക്കുമായി നിപതിക്കുന്നത്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൂറ്റൻ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകും, ഭവനങ്ങൾ ശൂന്യമാകും എന്നൊക്കെ ആമോസ് പ്രവാചകന്റെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വെറൊരു സാങ്കല്പികമായിട്ടൊരു ചിന്തയല്ല തിരുവചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവശക്തനായ യേശുനാഥൻ പറഞ്ഞ വചനങ്ങൾ, സർവശക്തനായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരേ ദൈവം തന്നെയാണെങ്കിലും ആത്മരൂപത്തിലും ശരീരരൂപത്തിലും അത് വചനരൂപത്തിലും ഒക്കെ നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗം സംസാരിക്കുമ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങളിൽ എത്തുമ്പോൾ അത് നിശ്ചയം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, മ്യാൻമാറിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെയും മനുഷ്യരെയും ഒരുപാട് പീഡിപ്പിച്ചു കൊല്ലുകയും ഒരുപാട് പീഡനം കൊടുക്കുകയൊക്കെ ചെയ്ത രാഷ്ട്രമാണെന്ന് ഇപ്പോൾ വാർത്തകൾ കേൾക്കുകയാണ്. അവരനുഭവിക്കട്ടെന്നൊക്കെയാണ് ജനങ്ങൾ കമൻറ്റ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകത്ത് സംഭവിക്കുന്നത്? എന്താണ് അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന അടയാളങ്ങൾ? എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങൾ? നമ്മൾ കേട്ടിട്ട് സാധാരണ രീതി നമ്മൾ പറയും ഒരു ഭൂകമ്പമല്ലേ, അത് സാധാരണയല്ലേ, അതിനെന്താണ് ഇത്ര പ്രശ്നം? അത് ഭൂകമ്പം ഉണ്ടാകും, ആളുകൾ മരിക്കും. എന്നാൽ അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. ഓരോ ഭൂകമ്പം ലോകത്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ വ്യക്തമായ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനമാണ് ഞാൻ നിങ്ങളുടെ വചനത്തോട് പറഞ്ഞു തരുന്നത്. അത് ഇപ്രകാരമാണ്. അത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 20-ാം തിരുവചനം. യേശയ്യാ 24:20. അതിങ്ങനെ അവതരിക്കുന്നത്: ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു, ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു, ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു, അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. പ്രിയ സഹോദരരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നമ്മുടെ കത്തോലിക്ക സഭയെ, ക്രിസ്ത്യാനികളെ, ഞാൻ കത്തോലിക്ക സഭയോടും ക്രിസ്ത്യാനികളോടും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം നമ്മളാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതും ക്രിസ്തുവിൽ അടിയുറക്കപ്പെട്ട് മുന്നോട്ട് ജീവിക്കുന്നതും ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വെച്ച് പോകുന്നത് ക്രിസ്ത്യാനികളാണ്. 95% ക്രിസ്ത്യാനികളും അതിൻ്റെ അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നവരും അതിൻ്റെ വിശ്വാസത്തിൻ്റെ തലവോ വിശുദ്ധിൻ്റെ തലവോ കുറവാണെങ്കിലും ശേഷിക്കുന്ന 5% ആളുകൾ. ഇന്നലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സിനിമയെക്കുറിച്ച് ഞാൻ അത്രയും പറഞ്ഞപ്പോൾ ഒരു സഹോദരി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഞാൻ സിനിമ എന്നത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ കലിയാണ്. ഞാൻ സിനിമ എന്നത് ഒരിക്കലും കാണാറില്ല. എൻ്റെ ചെറുപ്പത്തിലും കണ്ട് 4 സിനിമ കണ്ട ഒരു ഓർമ്മയുണ്ട്, പിന്നീട് ഞാൻ ഒരിക്കലും സിനിമ കണ്ടിട്ടില്ല. ഒരു സഹോദരി എഴുതണം. മറ്റൊരു സഹോദരൻ സംസാരിച്ച് പറയാണ്, ഈ സാത്താൻ്റെ പരിപാടികളും ഈ വൃത്തികെട്ട ചിന്തകളും ഈ അശുദ്ധ സന്ദേശങ്ങളും തരുന്ന ഈ പരിപാടി ഞാൻ കാണാറില്ല, ഞാൻ 15 വർഷമായിട്ട് സിനിമ കണ്ടിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാനാണ് തന്നെയും ഒരു 18 വർഷം 20 വർഷം ഒരു 20 വർഷമായിട്ടുണ്ട് ഞാൻ ടെലിവിഷൻ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്ന എടുത്ത് ദൂരെ കളഞ്ഞ്. ടെലിവിഷനിൽ കൂടെ ഈ അശുദ്ധി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരിക്കലും മൊബൈലിൽ ഞാൻ ഉപയോഗിക്കാറില്ല. ഈ ക്ലാസ്സിടാൻ വേണ്ടി മാത്രം, കോളിനും വാട്സപ്പിനും മാത്രം, സന്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ ടെലിവിഷൻ ഉണ്ടായിരുന്ന കാലത്ത് തിയേറ്ററിൽ പോയിട്ടൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. എന്നേക്കുമായിട്ട് ഇത്തരം അശുദ്ധ മേഖലകൾ, ഇതൊക്കെ ഒരു 15 വർഷമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായ കാലം മുതൽ സിനിമയോ സീരിയലോ ചീത്ത പടങ്ങളോ ചീത്ത സംഭാഷണങ്ങളോ ചാറ്റിങ്ങുകളോ തിയേറ്ററുകളോ പത്രമാസികളോ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ. അതുപോലെ നിരവധി ആളുകൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്?
ഭൂമി അത് ഇതിനകത്ത് ലോകാവസാനത്തെക്കുറിച്ചാണ് കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം. ഭൂമിക്ക് മേൽ വിധി എന്ന് പറയുന്നത് ഏശയ്യാ പുസ്തകം 24-ാം അധ്യായം 20 എന്നാൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെ നമുക്ക് കൊണ്ടെടുക്കാം. ബാക്കിയെല്ലാം യേശുവിൻ്റെ വരിയിൽ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമി ഉന്മത്തിനെ പോലെ ആടിയിരുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു എന്ന് പറഞ്ഞതൊക്കെ എന്താണ്? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു, ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഏശയ്യാ 18 നിങ്ങോട്ട് വായിക്കുമ്പോൾ കിട്ടും. ആകാശങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. അടിസ്ഥാനം വിറകൊള്ളുന്നു പറഞ്ഞാൽ അതാണ് ഈ ഭൂചലനം. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പ്ലേറ്റ് പോലെ നിൽക്കുകയാണ്. അത് വിറകൊള്ളുമ്പോൾ മേലെയുള്ള ആ ഭൂമി മുഴുവൻ പ്രകമ്പനം കൊള്ളുകയും കെട്ടിടങ്ങളും മലകളും പർവ്വതങ്ങളും എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് യേശയ്യാ സർവശക്തനായ പറയുന്നത്. ഭൂമി അത് കുടിൽ പോലെ ഇളകുകയാണ്. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു, ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. അത് യുഗാന്ത്യത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഭൂമി താങ്ങുന്ന അകൃത്യം എന്ന് പറഞ്ഞാൽ തിന്മ, ദുഷിച്ച പ്രവൃത്തി, ദുഷിച്ച ചിന്തകൾ, ദുഷിച്ച കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ. ചാറ്റിങ്ങിൽ കൂടെ കണ്ടു പരിചയപ്പെട്ടു, ഭാര്യ ഒരു സ്ത്രീയും പുരുഷനും ഓടി രക്ഷപ്പെട്ടു, വാടകയ്ക്ക് മുറിയെടുത്തു, തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. വാടക മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ പുരുഷൻ വിളിച്ചു, സ്ത്രീ ഇറങ്ങിപ്പോയി, അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ മരിച്ച നിലയിൽ, പുഴക്കരയിൽ മരിച്ച നിലയിൽ. ബലാത്സംഗങ്ങൾ, ചീത്ത സംഭാഷണങ്ങൾ, ചീത്ത പടങ്ങൾ, ബ്ലാക്ക് മാസുകൾ, ഇങ്ങനെ അനീതി, സർക്കാർ തലത്തിലെ അനീതികൾ, സഭാതലത്തിലെ അനീതികൾ, കുടുംബത്തിൽ വിദേശത്ത് ജോലി ആയിരിക്കുന്നവർ അവിടെ അനീതി നടക്കുന്നു. ഭവനത്തിലേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടുന്നതിൻ്റെ 3/4% അയക്കുന്നുള്ളൂ. ബാക്കി പൈസ അവിടെ അവർ സുഖജീവിതം ഉപയോഗിക്കുന്നു. അവിടെയെല്ലാം ബ്ലാക്ക് മാസുകൾ കാണുന്നു, ചീത്തപ്പടങ്ങൾ ഇഷ്ടംപോലെ കാണുന്നു. ഇങ്ങനെ എവിടെ നോക്കിയാലും ഭൂമി ഈ ദുഷ്കൃത്യങ്ങൾ കൊണ്ട് നശിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിക്കുള്ളിലെ ദുരാത്മാക്കൾ ഈ അകൃത്യം കണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? ഈ അകൃത്യത്തിൻ്റെ ഭീകരത കൊണ്ട് അവരവിടെ കിടന്ന് ഭയങ്കരമായ അസ്വസ്ഥപ്പെട്ട് ഈ ലോകത്തിലേക്ക് കയറി വന്ന വിശുദ്ധിയുള്ള മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ഈ അനീതി കൂടിക്കഴിയുമ്പോൾ അനീതിക്കൊരു ഭാരമുണ്ട്, ദുഷ്ടതയ്ക്ക് ഒരു ഭാരമുണ്ട്. ഇപ്പോൾ നമുക്കൊരു സമൂഹത്തിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ കലാപത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയോ വലിയ ഹർത്താലുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഗതാഗതമൊക്കെ സ്തംഭിക്കുന്നു. ആശുപത്രി പോകാൻ പറ്റിയുള്ളവർക്ക് ആശുപത്രി പോകാൻ പറ്റിയില്ല, അതിൻ്റെ പേരിൽ അവർ മരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം രോഗികളായിട്ടുള്ളവർക്ക് പോകാൻ പറ്റിയില്ല, ഗർഭിണികൾക്ക് വീട്ടിൽ കിടന്ന് പ്രസവിക്കണമെന്നു, അങ്ങനെ പ്രസവം നടന്നപ്പം അത് സംരക്ഷണം കിട്ടാത്തതുകൊണ്ട് മരിച്ചു. ഇങ്ങനെ നിരവധി അതിൻ്റെ പേരിലുള്ള വിഷമങ്ങൾ, പ്രശ്നങ്ങൾ സമൂഹത്തിൽ, കുടുംബത്തിൽ, രാജ്യത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ എല്ലാം വേദനകൾ, ഏത് തിന്മ കൊണ്ടാണോ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ വേദന ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്നും ഈ ദുഷ്ടത ഭൂമി താങ്ങി മടുത്തുവെന്നും, അതിനാൽ സർവശക്തനായ ദൈവം ഭൂമി താങ്ങുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ആരാണ്? സർവശക്തനായ ദൈവമാണ് ഭൂമിയെ യേശു ക്രിസ്തുവാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അങ്ങനെ യേശു ക്രിസ്തു ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമിയിൽ അകൃത്യം നിറയുമ്പോൾ ഞാൻ നിർമ്മിച്ച ഈ ഭൂമി, ഞാൻ ജന്മം കൊടുത്ത ഈ മക്കൾ, ഈ മനുഷ്യമക്കൾ തിന്മ ചെയ്ത് നശിക്കുന്നില്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദന അതിഭയാനകമാകും. ആ ദൈവഹൃദയത്തിലെ വേദന ഭൂമി വേദനയോടെ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നതാണ് ഈ ഭൂചലനങ്ങൾ. ഇനി വരാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭൂമിയിലെ ഭൂകമ്പങ്ങളുടെ കാരണം ഭൂമിയിലെ മനുഷ്യൻ്റെ ദുഷ്ടതയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം, ഈ തിന്മയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിന്മ വർദ്ധിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. നമ്മളിപ്പോൾ AI റോബോട്ടിനെ കുറിച്ചൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്, നമ്മുടെ വാർത്തകൾ ഇത് കാണുന്നുണ്ട്, ചിത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ AI റോബോട്ടിന് നമ്മൾ വിചാരിക്കാത്ത മേഖല, റോബോട്ടുകൾ ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതായിട്ടും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതായിട്ടും അത് വിവാഹം കഴിക്കുന്നതായിട്ടും ഇങ്ങനെ അത് ആൾക്കാരെ കൊല്ലുന്നതായിട്ടും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അശുദ്ധിയുടെ, തിന്മയുടെ വിവിധ മുഖങ്ങളാണ്. അപ്പോൾ എന്തു സംഭവിക്കും? ഈ അശുദ്ധി ഒരു ലിമിറ്റ് കഴിയുമ്പോൾ കർത്താവിൻ്റെ ശിക്ഷ പുറപ്പെടാൻ തുടങ്ങും. അതാണ് കർത്താവ് പറയുന്നത് അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. ഇനി നമുക്ക് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് ദുഷ്ടത ലോകത്ത് പെരുകും. അങ്ങനെ വരുമ്പോൾ കർത്താവ് അവിടെ എന്തു സംഭവിക്കും? സോദോം ഗോമോറയിൽ തീയും അഗ്നിയും ഗന്ധവും ഇറക്കി അതിനെ കത്തിച്ച് നിലംപരിശാക്കി ചാരമാക്കി കളഞ്ഞതുപോലെ സർവശക്തനായ ദൈവത്തിൻ്റെ ആണവബോംബ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്
ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മിസൈലിനെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്ത ചില സംഭവങ്ങൾ ആകാശത്തു നിന്ന് പറന്ന് മിസൈൽ രൂപത്തിൽ പറന്നു വരുന്നത് നമ്മൾ കാണും. പ്രത്യേകിച്ച് നമ്മളറിയാം, ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളിലും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ മിസൈലുകൾ ആകാശത്തോട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണ്, ഭൂമിയിലെ ദുഷ്ടത വർദ്ധിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ട് 8, 10, 12 നിലയുള്ള കെട്ടിടങ്ങൾ ആകാശത്തു നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴുന്ന മനുഷ്യൻ കണ്ട് ഭയപ്പെട്ട് കാറിക്കൊണ്ട് ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ദുഷ്ടതയ്ക്ക് കർത്താവ് ശിക്ഷ ഇറക്കി തുടങ്ങി. കർത്താവിൻ്റെ ശിക്ഷയുടെ ഭാഗമാണ് ഈ കാണുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ ഇപ്പോൾ നമ്മൾ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ കേരളക്കരയിൽ ഇപ്പോൾ ഭൂകമ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ വലിയ കൊടുങ്കാറ്റ് മഴകളും വരുന്ന കാലഘട്ടങ്ങൾ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. ഞാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, മുല്ലപ്പെരിയാർ എന്ന അണുബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ആ മുല്ലപ്പെരിയാർ എന്ന അണുബോംബിൻ്റെ കീഴെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ലോകത്ത് ഈ അശുദ്ധിയും അസ്വസ്ഥയും കാണുന്നത്. നല്ലൊരു കുമ്പസാരത്തിനോ നല്ല വിശുദ്ധിയെ നയിക്കാനോ ഉപവാസവും പ്രാർത്ഥനയും ചെയ്യാനോ ആർക്കും താല്പര്യമില്ല. എല്ലാവരും ജഡമോഹങ്ങളിൽ മുഴുകി ലോകം തരുന്ന സുഖങ്ങൾ കണ്ട് കർത്താവ് തരുന്ന സഹനമോ സ്നേഹമോ അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളോ പ്രാർത്ഥന ഉപവാസം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ആർക്കും താല്പര്യമില്ല. ക്രിസ്തുവിന് വേണ്ടി ഉപവാസം പ്രാർത്ഥന ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. കർത്താവിൻ്റെ സുവിശേഷ ലോകത്തിന് കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും വിദേശത്ത് പോകുവാനും ജോലി കിട്ടുവാനും വലിയ കാറും വീടും മേടിക്കുവാനേ മനുഷ്യന് താല്പര്യമുള്ളൂ. അതിനുവേണ്ടി തൻ്റെ കുർബാനയും പ്രാർത്ഥനയും നിയോഗങ്ങളും പ്രാർത്ഥനകളും, എൻ്റെ മകന് IELTS കിട്ടണം, അവിടെ പോകണം, കാനഡയിൽ പോകണം, അമേരിക്ക പോകണം, അതിനുവേണ്ടി പ്രാർത്ഥന, അതിനുവേണ്ടി ഉപവാസം, അതിനുവേണ്ടി നിയോഗങ്ങൾ, അതിനുവേണ്ടി യാത്രകൾ, അതിനുവേണ്ടി കൃപാസനത്തിൽ പോകുന്നു, അതിനുവേണ്ടി നൊവേനകൾ എത്തിക്കുന്നു, അതിനുവേണ്ടി കുർബാനയിലുന്നു. ഇതെല്ലാം ഈ വിഗ്രഹാരാധനയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് പറയും. ഇതെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണെന്ന് സർവശക്തനായ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുല്ലപ്പെരിയാർ എന്ന സാധനം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കീഴെ കിടക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. അവിടെ ഒന്ന് അനങ്ങിയാൽ അത് ഒരനക്കം, മ്യാൻമാറിൽ സംഭവിച്ച ഒരു ചെറിയ അനക്കം കേരളത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പണ്ട് ഗുജറാത്തിൽ ആത്തൂരുണ്ടായതുപോലെ ഒരു ചെറിയ ചലനം കേരളത്തിൽ സംഭവിച്ചാൽ, ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മ്യാൻമാറിൽ ചിലപ്പോൾ 5000-ഓ 10,000-ഓ ആളുകളായിരിക്കും മരിക്കുക. അല്ലെങ്കിൽ 10, 15, 20,000, 30,000 ആൾക്കാർ ഒരുപക്ഷെ മരിച്ചേക്കാം. എന്നാൽ കേരളത്തിലൊരു ഭൂചലനമുണ്ടായി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എത്ര 10,000 ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ മരിച്ചു വീഴുകയല്ല, കണ്ണുകൊണ്ട് കാണാൻ പോലും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ്റെ ദുഷ്ടതയും തിന്മയും അശുദ്ധിയും മ്ലേച്ഛതയും കലഹവും വിദ്വേഷവും കോപവും വൈരാഗ്യവും നുണയും, നുണ സഭാതലത്തിലൊക്കെ എത്രയോ വലിയ നുണകളാണ് ഏച്ചുകെട്ടി നുണയുടെ കയറുകൊണ്ട് നുണയുടെ കയർ നെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നീളത്തി അത് എത്രമാത്രം നീളമുള്ള കയറാണ് നുണക്കയറുകൾ. നമുക്കറിയാം എത്ര കർത്താവ് പറയുന്ന പ്രമാണങ്ങൾ മുഴുവൻ ലംഘിക്കുകയാണ് നമ്മുടെ സഭയിലും ലോകത്തും രാഷ്ട്രത്തും. ഇവിടെ കർത്താവിൻ്റെ ശിക്ഷ ആസന്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം ആസന്നമായി. അത് അടുത്തടുത്ത് വരികയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇത്തരുണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഒരു ചലനമുണ്ടായാൽ എന്തു സംഭവിക്കും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്തയും പ്രാർത്ഥനയും. പ്രത്യേകിച്ചും ആ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വഴികളിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരും ശക്തമായ കുമ്പസാരിച്ച് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് നാളെ മരിച്ചാൽ എൻ്റെ ആത്മാവിനെ എൻ്റെ സർവശക്തനായ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ മാത്രം ഒരു ഒരുക്കത്തോടെ ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് കേരളവും കേരള സഭയും കേരളത്തിലെ ജനങ്ങളും. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇനി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതുവേറെ. ഭൂചലന ലോകത്തിന് ഏത് ഭാഗത്തും ഉണ്ടാകാം. അമ്പരിച്ചുമ്പിളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കി വെക്കും. എന്നാൽ ഒരു ചലനം വരുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് എത്രയോ വേഗത്തിലായിരിക്കും. അപ്പോൾ അതിനകത്ത് ആ പരിസരത്ത് നിൽക്കാൻ ആരെ കൊണ്ട് പറ്റില്ല. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ഓരോ കെട്ടിടത്തിൻ്റെയും കീഴെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് നാളെ ഉരുണ്ട് എൻ്റെ തലയിൽ തന്നെ വീഴുമോ ഇല്ലയോ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 18 മുതൽ നിങ്ങൾ വായിക്കണം പ്രിയപ്പെട്ടവരെ. അതിനാൽ ഭൂവാസികളെ 17 മുതൽ വായിക്കണം. ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഭീകര ശബ്ദം, ഒരു കെട്ടിടം ഉരുണ്ട് വീഴുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ അത് എത്ര ഭയാനകമായ ശബ്ദമായിരിക്കും. ഒരു പർവ്വതം താഴെ ഉരുണ്ട് വീഴുന്ന പോലെ ഇരിക്കും.
അപ്പോൾ ആ ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ തട്ടിത്തടഞ്ഞിട്ട് കാനയിൽ വീഴും, കുഴിയിൽ വീഴും. റോഡിൻ്റെ സൈഡിലത്തെ കാനകളുണ്ട്, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കുഴിയുണ്ടാവും. ആ കുഴിയിൽ തട്ടി മനുഷ്യൻ വീഴും. കർത്താവ് വ്യക്തമായിട്ട് നമ്മൾ ഓടുന്നത് കാണുന്നുണ്ട്. ചതിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും. അപ്പോൾ ഒരു വിധത്തിൽ കുഴിയിൽ നിന്ന് കയറി മുകളിലേക്ക് വരുമ്പോൾ ഇത് കെണിഞ്ഞ് കിടക്കുവാണ്. കെട്ടിടങ്ങൾ ഇങ്ങനെ കുമ്പാരം കൂടി കിടക്കുവാണ്, അതിന് കീഴെയാണുള്ളത്. കെണിയിൽപ്പെട്ടു. ഇനി എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? അവിടെ കിടന്ന് നിലവിളിച്ചാൽ ആരെങ്കിലും കേൾക്കുമോ? മരണം മുമ്പിൽ കാലും കൈയും നഷ്ടപ്പെട്ടവർ, മരണവേദനയാൽ വെപ്രാളപ്പെട്ട് നിലവിളിക്കുന്നവർ, പ്രിയ സഹോദരങ്ങളെ, ദയനീയമാണ് അവസ്ഥ. ഇത് നാളെ നമ്മുടെ മുമ്പിൽ, തൊട്ടുമുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കേരളത്തിന് തൊട്ടുമുമ്പിൽ ദുരന്തങ്ങൾ വന്നു നിൽക്കുകയാണ് എന്നോർത്തുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറയണം. അതിന് തക്ക രീതിയിലുള്ള ക്ലാസ്സുകളും കുമ്പസാര ക്ലാസ്സുകളും കേട്ട് ഒരുങ്ങിക്കോണം. ഏതു നിമിഷവും എന്തും സംഭവിക്കാം. ഒന്നെങ്കിൽ വലിയ യുദ്ധങ്ങളിലേക്ക് ലോകം പ്രവേശിച്ചേക്കാം, അല്ലെങ്കിൽ വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി വന്നേക്കാം, അല്ലെങ്കിൽ വലിയ ഭൂചലനം കൂടെ ഒരു നഗരമോ ഒരു രാഷ്ട്രമോ ഒക്കെ ഒരു നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും കാണുകയും ചെയ്യും. പഠിക്കണം നമ്മൾ. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വളരെ ബോധ്യവും ഹൃദ്യവുമാകാനിട വരട്ടെ. സർവ്വശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മളെ വളരെ ശക്തീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. സർവ്വശക്തനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനവും വിവേകവും തരുമാറാകട്ടെ. സർവ്വശക്തനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും അസ്വസ്ഥകളും രോഗങ്ങളും ക്ഷീണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുകയും ചെയ്യട്ടെ. അതിനാൽ കർത്താവായ യേശു സംരക്ഷണം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.